നമസ്കാരം കൂടെ ഹോളിഡേയ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ നെതർലാൻഡ്സ് അല്ലെങ്കിൽ ഹോളണ്ട് എന്ന് പറയുന്ന രാജ്യത്തേക്ക് വന്നിട്ടുള്ള ഒരു വേക്കൻസിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രാജ്യത്തെ എന്ത് ജോലിയാണ് വരുന്നത്, എത്രയാണ് സർവീസ് ചാർജ് വരുന്നത്, അതിൻ്റെ വിശദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇതെല്ലാ കാര്യങ്ങളും മനസ്സിലാകും. പിന്നെ താല്പര്യമുള്ളവർ മാത്രം മെയിൽ അയച്ചാൽ മതി എന്നുള്ള അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തമ്പനയിൽ മാത്രം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എൻട്രി മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾ മെയിൽ അയക്കരുത്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിനകത്ത് കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്താനുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു 5-6 മിനിറ്റ് മാത്രമാണ് നമ്മൾ ചോദിക്കുന്നുള്ളൂ. അത് നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ ഹോളിഡേയ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകളുടെ പ്രതീക്ഷ, അവർക്ക് നല്ല രീതിയിൽ കൂടെ ഹോളിഡേയ്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു പ്രതീക്ഷ അവർ വെച്ചുകൊണ്ടാണ് നമ്മളെ നെഞ്ചിലേറ്റി വെച്ചിരിക്കുന്നത്. അത് നമ്മൾ തീർച്ചയായിട്ടും ഉൾക്കൊള്ളുകയാണ്. നമ്മൾ തിരിച്ചു കൊടുക്കുന്നൊരു വിശ്വാസം, അതായത് നിങ്ങളുടെ ഒപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാതെ, അല്ലെങ്കിൽ ജോലിയാണെങ്കിൽ ജോലി, അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാതെയുള്ള കാര്യങ്ങൾ കൂടെ ഹോളിഡേയ്സ് ചെയ്തു വരുന്നുള്ളൊരു വിശ്വാസം നമ്മളോട് കൊടുത്തിട്ടുണ്ട്. ആ വിശ്വാസം ഞങ്ങൾ തീർച്ചയായിട്ടും കാത്തു സൂക്ഷിക്കും. അപ്പോൾ അതിന് ആദ്യമേ തന്നെ നമ്മളെ നെഞ്ചിലേറ്റിയ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ ആളുകൾക്കും വളരെ ആത്മാർത്ഥമായിട്ട് കൈകൂപ്പി ഒരു നന്ദി അറിയിക്കുകയാണ് നിങ്ങളുടെ അടുത്തേക്ക്. അപ്പോൾ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ ഹോളിഡേയ്സ് എന്ന് പറയുന്ന ആ പേര് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നേരത്തെയുള്ള ട്രിപ്പുകളിലും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒപ്പം ആ പോകുന്ന ഗ്രൂപ്പിനൊപ്പം ഒരു പുതിയ ടൂർ ആയിക്കോട്ടെ, ഒരു ജോലിയുടെ കേസ് ആയിക്കോട്ടെ, അവർക്ക് അവിടെ ചെന്ന് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത് വരെ നമ്മൾക്കൊരു പേടിയായിരിക്കും. നമ്മളൊരു പുതിയ രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ എങ്ങനെയാണ്, അവിടെ ബസ് സ്റ്റോപ്പ് എവിടെയാണ്, ബസ് സ്റ്റാൻഡ് എവിടെയാണ്, നമുക്കിവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റും, എന്ത് ഭക്ഷണം കിട്ടും, എന്ത് ലാംഗ്വേജ് സംസാരിക്കും, നിയമങ്ങൾ എങ്ങനെയാണ്, അവിടുത്തെ ഒരു കാര്യങ്ങളും നമുക്കറിയില്ല. അപ്പോൾ നമ്മളൊരു കണ്ണ് കെട്ടി വിട്ട ഒരവസ്ഥയിലായിരിക്കും നമ്മളവിടെ ചെല്ലുക. അപ്പോൾ നമ്മളുടെ കൂടെ ഹോളിഡേയ്സിൻ്റെ ഒരാൾ അല്ലെങ്കിൽ കൂടെ ഹോളിഡേയ്സ് ഒപ്പം വരുന്നു, അല്ലെങ്കിൽ അവരതിൻ്റെ ഒരു ഓവർകം ചെയ്യാൻ വേണ്ടി ഒരു 50% കാര്യങ്ങൾ പറഞ്ഞു തന്ന അതിൻ്റെ കാര്യങ്ങളിലേക്ക് ചെയ്തു വിടുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം വേറെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോയിൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നമ്മളുടെ നേരത്തെ ഒരു ഹംഗറി വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ പോകാൻ നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇത് കാണണം. അതിനെയും കൂടി കണക്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തിയിട്ടാൽ മാത്രമാണ് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തുള്ളൂ. പിന്നെ നമ്മളുടെ കൂട്ടുകാർക്ക്, സ്വന്തക്കാർക്ക്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മളുടെ ഈ വീഡിയോ നെതർലാൻഡ്സിലേക്കുള്ള അല്ലെങ്കിൽ ഹോളണ്ടിലേക്കുള്ള വീഡിയോ എന്ന് പറയുന്നത് ലെതർ ഫാക്ടറിയിലേക്കുള്ള ജനറൽ ഹെൽപ്പർമാരുടെ വേക്കൻസിയാണ്. അതൊരു പക്ഷേ ജനറൽ ഹെൽപ്പർ എന്ന് പറയുമ്പോൾ SSLC ഉള്ള ആളുകളും MBA എടുത്ത ആളുകളും MA എടുത്ത ആളുകളും ഒക്കെ ഒരേ ജോലി തന്നെ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് SSLC ക്വാളിഫിക്കേഷൻ മതി. എന്നാൽ MBA ഉള്ളവന് MA ഉള്ളവനൊക്കെ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാം. 45 വയസ്സ് വരെ താഴെയുള്ള 45 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ബാച്ച്, ആദ്യത്തെ ഒരു കുറച്ച് ആളുകൾ ഇപ്പോൾ ഞാനടക്കം അതിനകത്തേക്ക് നമ്മൾ 99% ഞാൻ ഈ ഒരു ബാച്ചിൻ്റെ ഒപ്പം അവരെ അവിടെ എത്തിച്ച് അവരെ കമ്പനിയിൽ എത്തുന്നവരെ നമ്മളവിടെ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആ കമ്പനിയായിട്ട് സംസാരിച്ച് അതിനുള്ള പേപ്പർ വർക്കുകളും എൻ്റെ ഓഫീസിലെ കാര്യങ്ങളും കൂടി സെറ്റാക്കി അതെല്ലാം റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാനും കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് നമ്മളത് കൃത്യമായിട്ട് ആ ഒരു ബാച്ചിന് നല്ല രീതിയിൽ നമുക്കവിടെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ലേഡീസിൻ്റെ അവിടുത്തെ മറ്റുള്ള കാര്യങ്ങൾ, ജെൻസിനെ അപേക്ഷിച്ച് ലേഡീസിന് ഒരുപാട് നമ്മൾക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വം കൂടുതൽ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വരുന്ന മുറയ്ക്ക് അടുത്ത ബാച്ചുകളിലേക്കൊക്കെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രധാനപ്പെട്ടൊരു കാര്യം വരുന്നത് നമ്മൾക്ക് സാലറി വരുന്നത് അവർ എല്ലാം കഴിഞ്ഞതിന് ശേഷം, അതായത് നമ്മുടെ അക്കോമഡേഷൻ ഫുഡും കഴിഞ്ഞ ശേഷം 50,000 മുതൽ 60,000 രൂപ വരെ ആയിരിക്കും നമുക്ക് സേവ് ചെയ്യാൻ പറ്റുക. നമ്മളിതിൻ്റെ ഒരു ഗ്യാപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 60,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം 60,000 കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരൊരു പക്ഷേ നമ്മളെ വിളിച്ചിട്ട് മോശമായിട്ട് സംസാരിക്കുന്ന രീതി ഉണ്ടാവും. അപ്പോൾ 50 മുതൽ 60 വരെ കിട്ടും എന്ന് പറയാനാണ്. നമ്മൾ ഏത് രാജ്യത്തേക്കാണെങ്കിലും നമ്മൾ പറയുന്നതിന് 100% ഒരു പക്ഷേ ഒരു ഏജൻറ്റ് പറയുന്നതും കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല. അത് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. അത് നിങ്ങൾ എല്ലാം മനസ്സിലാക്കണം. നമ്മൾക്ക് അക്കോമഡേഷൻ ഫുഡും കഴിച്ചിട്ട് 50,000 രൂപയ്ക്കും 60,000 രൂപയ്ക്കും ഇടയ്ക്കാണ് സാലറി അവിടെ കിട്ടാനായിട്ടുള്ള ചാൻസുകൾ വരുന്നുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഹംഗറിയുടെ കേസ് പറഞ്ഞത് നമ്മൾ 1 വർഷത്തെ വർക്ക് പെർമിറ്റ് ആണ് പറഞ്ഞത്. പക്ഷേ ഇത് ഹംഗറിയും ഈ ഹോളണ്ടും ഇത് സെയിം കമ്പനിയുടെ തന്നെയാണ്, 2 രാജ്യങ്ങളിലായിട്ട് ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഹംഗറിയിലായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ നെതർലാൻഡ്സിൽ അല്ലെങ്കിൽ ഹോളണ്ടിലായിരിക്കും കിട്ടുക. അപ്പോൾ തീർച്ചയാണെന്നുണ്ടെങ്കിൽ ഏത് രാജ്യത്തേക്കാണെന്നുണ്ടെങ്കിലും അവർ പറയുന്നത് ഇപ്പോഴത്തെ പറഞ്ഞത് നമുക്ക് 1 വർഷം മുതൽ 3 വർഷം വരെയുള്ള കോൺട്രാക്റ്റ്,
മാക്സിമം 3 വർഷത്തെ കോൺട്രാക്റ്റ് തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻ കേസ് നമ്മളിത് 100% അല്ലെങ്കിൽ 3 വർഷം എന്ന് പറയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇൻ കേസ് അവരുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ചിലപ്പോൾ 1 വർഷം ആയി പോയി കഴിഞ്ഞാൽ അതിൽ കുറവ് വരുന്നത്. അപ്പോൾ 1 വർഷം ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് 3 വർഷം കിട്ടി കഴിഞ്ഞാൽ അവർക്ക് വളരെ ഹാപ്പി ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ SSLC ഉള്ളവരും അതിൽ വലിയ ക്വാളിഫിക്കേഷൻ ഉള്ളവരും ഒരേ ജോലി ചെയ്യേണ്ടി വരും. അപ്പോൾ അതിലൊരു ബുദ്ധിമുട്ട് വിചാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ മറ്റു ചിലരുണ്ട്, ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറേ നാളുകളായിട്ട് വർക്ക് പെർമിറ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസയിൽ പോകാൻ നോക്കുമ്പോഴും ഒരു 5 ലക്ഷം രൂപയൊക്കെ ചിലവ് വരുന്ന കേസ്. അങ്ങനെ വരുമ്പോൾ 3 ലക്ഷം രൂപ വിസയ്ക്ക് കൊടുക്കണം, 1 ലക്ഷം രൂപ അവിടെ ചെന്നിട്ട് കൺവേർട്ട് ചെയ്യാൻ കൊടുക്കണം, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം, ചിലവുകൾ. അപ്പോൾ 5 ലക്ഷം രൂപയോളം ചിലവാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഏകദേശം ഈ ഹോളണ്ട് അല്ലെങ്കിൽ ഹംഗറിയിലേക്ക് വരുന്നതും 5 ലക്ഷം രൂപ പ്ലസ് ഫ്ലൈറ്റ് ടിക്കറ്റ്, അതായത് 5 ലക്ഷം രൂപ സർവീസ് ചാർജ് പ്ലസ് ഒരു 30,000 അല്ലെങ്കിൽ 40,000, മാക്സിമം 5.5 ലക്ഷം രൂപയോളം എല്ലാം കൂടി ഇതിനകത്തേക്ക് ചിലവ് വരുമായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നേരത്തെ ഈ ടൂറിസ്റ്റ് വിസയിൽ പോകാൻ വച്ചിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ഇതായിരിക്കും ഇത്തിരി കൂടി ബെറ്റർ. എന്താ വെച്ചാൽ വർക്ക് പെർമിറ്റ് ആയിട്ടാണ് പോകുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം അവിടുത്തെ കമ്പനിയുടെ നമുക്ക് അറിയാൻ കഴിഞ്ഞ സാധിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ജോലിക്ക് അവിടെ ചെന്നതിന് ശേഷം മാറാനൊക്കെ രീതിയിൽ അവരുടെ കോൺടാക്ട്സ് വഴി നമുക്കത് സപ്പോർട്ട് കൊടുക്കാൻ കഴിയില്ല. അവരുടെ കോൺടാക്ട്സ് വഴി വേറെ മാറാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ, എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് മിനിമം 6 മാസമെങ്കിലും നിങ്ങൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആദ്യത്തെ ചെന്ന് 3 മാസത്തിനുള്ളിൽ TRP ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് കാർഡ് കിട്ടും. അതിനുശേഷം നിങ്ങൾ 6 മാസം വരെ ആ കമ്പനിയിൽ വർക്ക് ചെയ്ത് 6 മാസത്തിന് ശേഷം നിങ്ങൾക്ക് പുറത്തിറങ്ങി ഈ പറയുന്ന നമ്മൾ ഹോളണ്ടിലാണെങ്കിൽ ആ കാർഡ് അവിടെയാണെങ്കിൽ ആ രാജ്യത്ത്, അതല്ല ഹംഗറിയിലാണെങ്കിൽ ആ രാജ്യത്ത്, നമ്മൾ ആ രാജ്യത്ത് ലീഗലി ആയിട്ട് വേറെ കമ്പനികളിൽ പോയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം വേറെ ഷെങ്കൻ ഏരിയയിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അവിടെ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള പ്രൊഫഷൻ, ലീഗലി ജോലി ചെയ്യാനുള്ള പ്രൊഫഷൻ ഇല്ല. നിങ്ങൾക്ക് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ആ ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള വർക്ക് പെർമിറ്റ് കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് അവിടെ ലീഗലായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുള്ളൂ. അതല്ല നിങ്ങൾക്ക് ആരെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും എവിടെയെങ്കിലും വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ലീഗലായിട്ടായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരിക. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഈ സർവീസ് ചാർജിൻ്റെ കാര്യത്തിൽ ഗൾഫ് മേഖലകളിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 2,000 രൂപയ്ക്ക് നമ്മൾ സർവീസ് ചാർജ്, അതായത് 2,000 രൂപയ്ക്ക് നമ്മൾ അവർക്കൊരു 6 മാസത്തേക്ക് സപ്പോർട്ട് കൊടുക്കാം. അവർക്ക് ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു സർവീസ് ചാർജിന് അവർ നമുക്ക് വേറെ തരണ്ട. 30,000 രൂപ വരെയുള്ള സർവീസ് ചാർജ് കൊടുത്ത് പെയ്ഡ് ആയിട്ടുള്ള ഇത് കൊടുക്കുന്നുണ്ട് ഗൾഫിലേക്ക്. 40,000 രൂപയ്ക്ക് ഉള്ള സർവീസ് ചാർജ് വരുന്നുണ്ട്. അതൊരു സാലറിനെ മേടിച്ചിട്ട് മാറുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, യൂറോപ്പിലേക്ക് കേസിൽ വരുമ്പോൾ നമ്മൾക്ക് മിനിമം വരുന്നത് 3.5 ലക്ഷം രൂപ ലിത്വാനിയ എന്ന് പറയുന്ന രാജ്യത്തേക്കൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല, നമുക്ക് വരുന്നതിനനുസരിച്ച് നമ്മളത് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾക്ക് പിന്നീട് വരുന്നത് ഓരോ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, ഓരോ ഏജൻറ്റുമാരെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, ഓരോ കണക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇതൊക്കെ സർവീസ് ചാർജ് മാറും. ഓരോ ഏജൻസിക്കും വ്യത്യസ്തമായിട്ട് സർവീസ് ചാർജ് ആയിരിക്കും, വ്യത്യസ്തമായിട്ടായിരിക്കും അവർ അഡ്വാൻസ് എമൗണ്ട് മേടിക്കുക. ഈ അഡ്വാൻസ് എമൗണ്ട് മേടിക്കാണ്ട് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മൾ അഡ്വാൻസ് എമൗണ്ട് മേടിച്ചിട്ടായിരിക്കും ചെയ്യുക. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പാസ്പോർട്ട് മേടിച്ച് വയ്ക്കുന്ന കാര്യമില്ല. പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം അവരുടെ ഡയറക്റ്റ് അവർക്ക് VFSൽ, ഇപ്പോൾ ഇതിൻ്റെ കാര്യമാണെങ്കിൽ മുംബൈയിലായിരിക്കും VFS വരിക, മുംബൈയിൽ ഇത് വരും. അതിനുശേഷം അല്ലെങ്കിൽ ഒരു പക്ഷേ അതിന് മുമ്പ് അല്ലെങ്കിൽ അതിന് ശേഷം ട്രെയിനിങ് ഉണ്ടാവും. ചെന്നൈയിൽ വെച്ചിട്ടായിരിക്കും ട്രെയിനിങ്. അത് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും ഇതിലേക്ക് പോവുക. ട്രെയിനിങ് എന്ന് പറയുന്നത് കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവരുടെ ആളുകൾ വന്ന് ഇതാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു 10 ദിവസത്തെ ട്രെയിനിങ് അല്ലെങ്കിൽ അതിനുള്ളിൽ നിൽക്കുന്ന ട്രെയിനിങ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ കോസ്റ്റ് ആയിരിക്കും ഇത് വരിക. പിന്നെ പലർക്കുള്ള ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം, നിങ്ങൾക്ക് കുറഞ്ഞ സർവീസ് ചാർജ് വരുന്ന കേസുകൾ ഉണ്ടാവും. അത് നമ്മൾക്ക് വരുന്നതിനനുസരിച്ച് നമ്മൾ പറയാം. നിങ്ങൾ ഇല്ലാത്ത ആളുകൾ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി നിങ്ങൾ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യേണ്ട, നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല കേസ് വരാണെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതേപോലെ തന്നെ ഫ്രീ വിസാസ് വരുന്ന കേസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വരെ, അതല്ലെങ്കിൽ നമ്മൾക്ക് ഫ്രീ സൈറ്റുകൾ വഴി കിട്ടാവുന്ന കേസുകളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന നിങ്ങൾ 50,000 രൂപ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മിച്ചം വയ്ക്കാൻ സേവ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5.5 ലക്ഷം രൂപ മുടക്കുന്ന ഒരാൾക്ക് ഏകദേശം 11 മാസം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പൈസ തിരിച്ച് കിട്ടുള്ളൂ. അതിനുശേഷം നിങ്ങൾ പണിയെടുക്കുന്ന കാശാണ് നിങ്ങൾക്ക് സേവിങ്സ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അതായത് 1 വർഷത്തോളം നമ്മൾ പണിയെടുക്കുന്ന കാശ് നമ്മുടെ ചെലവ്, അതായത് നമ്മുടെ കടം വീട്ടാൻ മാത്രമായിരിക്കും ഉപകരിക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഇത്രയും കാശ് മുടക്കി പോകണോ? നിങ്ങൾക്ക് ഇത്ര കാശ് മുടക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് PR കിട്ടുമോ? PR കിട്ടും. നിങ്ങൾക്ക് ഒരു ഇത്ര 5 വർഷത്തിന് മുകളിലെങ്കിലും കഴിഞ്ഞാലാണ് PR കിട്ടുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് TRP ഈ ഒരു കേസ് വർക്ക് പെർമിറ്റിലാണെങ്കിൽ അവർ 90 ദിവസമാണ്, 3 മാസമാണ് പറയുന്നത്. അതിനുള്ളിൽ നിങ്ങൾക്ക് TRP കാർഡ് കിട്ടും.
പിന്നെ നിങ്ങൾക്ക് ഫാമിലിനെ കൊണ്ടുപോകാൻ പറ്റും. ഈ നിങ്ങൾക്ക് PR കിട്ടിയാൽ മാത്രമാണ് ഫാമിലിനെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് എന്താണെങ്കിലും ഈസി ആയിട്ടുള്ള കാര്യമില്ല. നമ്മൾ കിട്ടുന്ന 1 വർഷം മുതൽ 3 വർഷം വരെയുള്ള വർക്ക് കോൺട്രാക്റ്റ് നമുക്ക് അതിൽ ആ ഒരു പീരീഡ് ചെയ്യാൻ പറ്റും. റിന്യൂവബിൾ ആണ്. ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഈ കാശ് മുടക്കണോ, നിങ്ങൾ ഇത്രയും കാശ് മുടക്കി പോകണോ, നിങ്ങൾ 1 വർഷത്തേക്ക് ഈ കടം വീട്ടാൻ വേണ്ടി പണിയെടുക്കാൻ വേണ്ടി പോകണോ, അതിനുശേഷം നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചറിൽ ഗുണം ഉണ്ടാവും. അതേപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥ എന്തായിരിക്കും, ഭക്ഷണ രീതികൾ എന്തായിരിക്കും, നിങ്ങൾക്ക് വിശദമായിട്ട് നിങ്ങൾ അറിയാം. ഞാൻ പറയാം, പ്രത്യേകിച്ച് ജനറൽ വർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് വിദ്യാഭ്യാസമുള്ളവരാണെങ്കിൽ ചിലപ്പോൾ 1 വർഷം ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു അപകർഷബോധം തോന്നിയിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് 2 മാസം പണിയെടുത്ത് കഴിയുമ്പോൾ ആ പണിയെടുക്കുന്ന വെച്ചാൽ നമ്മുടെ കടത്തിലേക്ക് പോയി നമ്മൾക്ക് വലിയ കാര്യങ്ങൾ വരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അപ്പം ഈ വിടുന്ന ഏജൻറ്റിനോട് ദേഷ്യം തോന്നിയിട്ടോ എന്നോട് ദേഷ്യം തോന്നിയിട്ടോ ഒരു കാര്യമില്ല. അത് ഇവിടെ നിങ്ങൾ ആലോചിക്കുക. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ചേട്ടൻ 3.5 ലക്ഷം രൂപയ്ക്ക് സർവീസ് ചാർജ് അല്ലെങ്കിൽ അഡ്വാൻസ് ഒരു 40,000 30,000 അല്ലെങ്കിൽ 10,000 അഡ്വാൻസ് ഇല്ലാതെ വരും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നമുക്ക് നോക്കാൻ പറ്റുന്ന കേസാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേസാണ്, നമുക്ക് വിശ്വാസമുള്ള കേസാണെങ്കിൽ നമുക്ക് ചെയ്യാം. അതേസമയം നമ്മളിപ്പോൾ 1 ലക്ഷം രൂപ അഡ്വാൻസ് മേടിക്കുകയാണെന്ന് വിചാരിക്കുക. ആ അഡ്വാൻസ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുമോ, അതല്ലെങ്കിൽ ഈ ടൈം ബൗണ്ടിലുള്ള നിങ്ങൾക്ക് നടന്നില്ലെങ്കിൽ ഇത് തിരിച്ചു കിട്ടുമോ, ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടുമെന്നുള്ളൊരു വിശ്വാസം, അതല്ലെങ്കിൽ ജോലി കിട്ടുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ചെയ്യുക. ഓരോ ഏജൻറ്റുമാരും പല രീതിയിൽ പല എമൗണ്ടുകൾ മേടിച്ചിട്ടാണ് ചെയ്യുന്നത്. പലരും ചോദിക്കാറുണ്ട് യൂറോപ്പിലേക്ക് എത്ര കാശ് വരും എന്ന് ചോദിക്കാറുണ്ട്. പലപ്പോഴും നിസാര കാശ്, ചിലപ്പോൾ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ആയിരിക്കും ചിലപ്പോൾ അവിടെ ഒരു എംപ്ലോയർക്ക് എല്ലാം കൂടി ചിലവ് വരിക. പക്ഷേ അയാൾ ഒരു പക്ഷേ ഈ കാശ് മേടിക്കാതെ ആയിരിക്കും ഈ ഏജൻറ്റിന് അല്ലെങ്കിൽ അവിടുത്തെ ഒരാൾക്ക് കൊടുക്കുക. പക്ഷേ ആ ഏജൻറ്റ് അതിൻ്റെ അല്ലെങ്കിൽ ചിലപ്പോൾ പൈസ മേടിച്ച് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ 3-4 ഏജൻറ്റുമാർ മാറി ഇതിൻ്റെ ഒരു കണക്ഷൻ വരുമ്പോൾ ഈ പറഞ്ഞ എമൗണ്ട് വരും. അപ്പോൾ ഇങ്ങനെ ഏജൻറ്റുമാരില്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ കണക്ഷൻ ഇല്ലാതെ ഇങ്ങനെ ജോലി കിട്ടുകയില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക, ആലോചിച്ച് നോക്കുക, എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നിങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യുക. അതിപ്പോൾ ഞാനായിക്കോട്ടെ, കൂടെ ഹോളിഡേയ്സ് ആയിക്കോട്ടെ, ഏത് ഏജൻസി ആയിക്കോട്ടെ, ഞാൻ പറയില്ല, പല ഏജൻറ്റുമാരും പല രീതിയിലാണ് ചെയ്യുന്നത്. അത് അവർക്ക് കിട്ടുന്ന കണക്ഷൻ, അവർക്ക് കിട്ടുന്ന കോസ്റ്റ്, അവരുടെ ചിലവുകൾ, അവർ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. കൂടെ ഹോളിഡേയ്സിന് ലോകം മുഴുവനുള്ള ഈ ആളുകൾ മുഴുവൻ റിക്രൂട്ട് ചെയ്യാനായിട്ട് ഒരു കാരണവശാലും സാധിക്കില്ല. ശരിക്കും ആലോചിക്കുക. നിങ്ങൾ ആലോചിച്ചതിന് ശേഷം നിങ്ങൾ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയയ്ക്കുക. ഞാനിതിൽ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മെയിൽ അയയ്ക്കുക. മെയിൽ അയച്ചതിന് ശേഷം നമ്മൾക്ക് താല്പര്യമുള്ള കേസാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രോസസ്സിങ് ചെയ്യും. 3-4 മാസത്തിനുള്ളിൽ അതിനുള്ളിൽ തന്നെ കയറി പോകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും. ഇതിന് ഈ ഒരു 4 മാസം എന്ന് പറഞ്ഞാൽ മാക്സിമം ആണ് പറയുന്നത്. അതിനുള്ളിൽ കാര്യങ്ങൾ നടക്കും. അപ്പോൾ മുംബൈയിലായിരിക്കും സബ്മിഷൻ വരിക. നേരത്തെ ആദ്യമേ എടുത്തെടുത്ത് പറഞ്ഞ പോലെ തന്നെ കൂടെ ഹോളിഡേയ്സ് ഈ ഒരു ഫസ്റ്റ് ബാച്ചിൽ കയറുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒപ്പം നിങ്ങളുടെ ഒപ്പം ട്രാവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതാണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു ഉറപ്പ്. അതല്ലെങ്കിൽ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുത്താതെ ഇരിക്കാനുള്ള ഒരു ഉറപ്പാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. എല്ലാ കാര്യങ്ങളും ആലോചിക്കുക, സമാധാനപരമായിട്ട് ആലോചിക്കുക. നിങ്ങൾക്ക് വേണോ വേണ്ടയോ, അതിനുശേഷം നിങ്ങൾ ഇത്ര കാശ് മുടക്കണോ വേണ്ടയോ, നിങ്ങൾക്ക് ഇന്ന ജോലിക്ക് നിങ്ങൾ പോകണോ വേണ്ടയോ, ഇന്ന രാജ്യത്തേക്ക് നിങ്ങൾ പോകണോ വേണ്ടയോ, ഇതൊക്കെ നിങ്ങൾ ഇവിടെ നിന്ന് ആലോചിക്കുക. എല്ലാം ആലോചിച്ച് ഒരു തീരുമാനം എടുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇറങ്ങുക. ഓക്കെ. അപ്പോൾ കൂടെ ഹോളിഡേയ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെ ആത്മാർത്ഥമായിട്ട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഈ ഹംഗറിയുടെ കേസ് കണ്ട ആൾക്കാർ ഇതും കൂടി കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ആണ് നമ്മളുടെ വിജയം. നിങ്ങളുടെ വിശ്വാസം നിലനിർത്തുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. ഞങ്ങൾ തീർച്ചയായിട്ടും കൂടെ ഹോളിഡേയ്സിന് മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അറിയാം. അവർ അതിനനുസരിച്ചിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യും. വളരെ നന്ദി. കൂടെ ഹോളിഡേയ്സിന് വേണ്ടി CC താങ്ക് യു.